ഇതെന്താ പപ്പടം കാച്ചാൻ പഠിപ്പിക്കുകയാണെന്നല്ലേ? പപ്പടം കാച്ചാൻ പഠിപ്പിക്കണമെന്നല്ല കേട്ടോ. ആദ്യം തന്നെ പപ്പടം കാച്ചി ഒരു ഡപ്പയിലാക്കി അങ്ങോട്ട് അടച്ചു വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഓണൊക്കെയല്ലേ. ഓണത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേട്ടോ ഇവിടങ്ങളിൽ പപ്പടം ഓണത്തിന് മാത്രമല്ലേ, എല്ലാ ദിവസങ്ങളിലും ഇവിടെ പപ്പടം വേണം. 4 മണിക്ക് ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ശരി, ഒരു പപ്പടം കാച്ചിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കണം. ബെസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ. ഇവിടങ്ങളിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം ഫ്രൈയും പപ്പടവുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പപ്പടം കാച്ചി വെക്കലാണ് കേട്ടോ. ഒരു ഡപ്പയിൽ അങ്ങോട്ട് ആക്കി അടച്ചു വെക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടിൽ ഓണം വന്നു കഴിഞ്ഞാൽ അതേ അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ പഴനുറുക്കും പപ്പടവും ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. എന്നും ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് പണ്ട് കാലം മുതൽ നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി വാഴയൊക്കെ ഉണ്ടാവുമല്ലോ, നേന്ത്രവാഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓണ സമയത്താണ് അത് കുലയ്ക്കുക. അപ്പോൾ പണി എളുപ്പമായല്ലോ. കുറച്ച് പഴം നുറുക്കിയിടുക, കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, അതേ പപ്പടം കാച്ചി കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തത് റെഡി. അപ്പോൾ ഇന്നും അത് തുടർന്നുകൊണ്ട് പോവാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കും. അത് ഉണ്ടാക്കുന്നത് ഞാനൊരു വ്യത്യസ്ത രീതിയിലാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴം നുറുക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അതാവും പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ 2 കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കില്ല, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ഈ പഴം നുറുക്കും പപ്പടമൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല. ഞങ്ങളുടെ ഭാഗങ്ങളിലൊന്നും, പിന്നെ കണ്ണൂർ ഭാഗങ്ങളിലൊന്നും ഈ പഴം നുറുക്കും പപ്പടമൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്തൊക്കെയാണോ ഉണ്ടാക്കി കഴിക്കുന്നത് അത് തന്നെയാണ് കഴിക്കാറുള്ളത്. ഈ പ്രദേശങ്ങളിൽ പാലക്കാട്ടിൻ്റെ ഈ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ഈ പഴം നുറുക്കും പപ്പടത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം ആകരുത് കേട്ടോ, ഒരു മീഡിയം പഴുത്ത പഴമാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ബട്ടറാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഒരു യെല്ലോ കളറ് കൂടുതൽ കാണുന്നത്. ഇതൊന്ന് മെൽട്ടായതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിനെ നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഴം വെച്ച് കൊടുക്കാം. ഓണസമയത്ത് മാത്രമല്ല കേട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്, നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ ലഞ്ച് ബോക്സിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഈ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഫുഡായി. മാത്രമല്ല കുട്ടികൾ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. ആ ബട്ടറിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾക്ക്. അപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ കഴിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് എടുക്കാം. ബട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു ഭാഗം നല്ലപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾക്ക് അതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഇത് തിരിച്ചിട്ട് 2 ഭാഗവും നല്ല പോലെ ഫ്രൈ ആകുന്ന വിധത്തിൽ ഇത് വേവിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അവർ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോടായിരിക്കും കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കുക. ഇപ്പം എൻ്റെ മകനൊന്നും ഹോട്ടൽ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ അവൻ കഴിക്കാറുള്ളൂ. എന്തെങ്കിലും അവന് കഴിക്കണം എന്ന് തോന്നുമ്പോൾ എന്നോട് ഉണ്ടാക്കി കൊടുക്കാനാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അത് ഏത് സമയമായാലും ശരി, അവന് ഇന്ന സമയത്ത് എന്ന് പറഞ്ഞ് ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വെറൈറ്റി ഭക്ഷണങ്ങൾ നമ്മൾ പരീക്ഷിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. മാത്രമല്ല പുറമേ നിന്നൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ പഴനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു
പഴം ഫ്രൈ ആണ്. ഇതിൻ്റെ കൂടെ പപ്പടവും ചേർത്ത് കഴിക്കാം, വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് പപ്പടം വേണ്ട, പപ്പടം ഇഷ്ടമില്ല, അത് ഉപ്പൊക്കെയാണ് എങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പഴം മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട കൂടെ നമുക്ക് പുഴുങ്ങോ അല്ലെങ്കിൽ ആംപ്ലേറ്റോ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിനുള്ള ഇതുപോലെയുള്ള പഴനുറുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിൾ, ടേസ്റ്റിയുമാണ്.